യുവാക്കളാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആരവം പോലെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്ത് പോയാലും നമ്മുടെ നാട്ടിലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വേറെന്താ പറയാ, താങ്കൾ മുസ്ലിം ലീഗിനെയോ അവരുടെ പതാകയോ ഉദ്ദേശിച്ചിട്ടില്ല. അത് പ്രത്യേകം പറയുന്നു. നിങ്ങൾ പ്രചാരണം നോക്കൂ, ഇവിടെ പ്രചാരണത്തിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ, എന്തെല്ലാം അനാവശ്യമായുള്ള കാര്യങ്ങൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. അതിനെന്താ മറുപടി പറയാനുള്ളത്? ഞങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വാഹനങ്ങളിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഇങ്ങനത്തെ വ്യത്യാസത്തെ നടത്തുന്ന ഏതെങ്കിലും പരാമർശം ഉണ്ടാകും? ഈ പറയുന്നതിന് അടിസ്ഥാനം എന്താ? ഇവർ ഈ പറഞ്ഞു നടക്കുന്ന ഒരു അടിസ്ഥാനമില്ല. കളവ് പ്രചരിപ്പിക്കല്ലേ, അനാവശ്യമായ കളവുകൾ നടന്ന പറയാൻ. ആ അനൗൺസ്മെന്റ് ഞാൻ കേട്ടു. അതിൽ ഏതെങ്കിലും സത്യസന്ധമായ ഒരു കാര്യം പോലില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തിരൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രചരണത്തിൽ ആശയപരമായി അല്ലെങ്കിൽ ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പരാമർശിക്കുന്നുണ്ട്. തിരൂരിൽ നിന്നും അല്ലെങ്കിൽ താനൂരിൽ നിന്നും വന്നു നോക്കൂ. താനൂരിൽ നിന്ന് തിരൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ മണ്ഡലം. എൻ്റെ സ്വന്തം കോർട്ടിലേക്കാണ് മണ്ഡലം, എൻ്റെ മണ്ഡലത്തിലേക്ക്, എൻ്റെ തട്ടകത്തിലേക്കാണ് മണ്ഡലം, എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ മണ്ഡലം. അവിടെ കുഞ്ഞാലിക്കുട്ടി ഓടിയിട്ടുള്ളത് സുരക്ഷിത മണ്ഡലം തേടി മലപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അത് വസ്തുതയല്ലേ? ഇവിടെ ഇപ്പോൾ കെ എം ഷാജി അഴീക്കോട് നിന്ന് ഓടിയെത്തിയത് വേങ്ങറിലാണ്, സുരക്ഷിത മണ്ഡലം തേടിയാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കെ ഇവിടെ പരാജയ ഭീതി നല്ല രീതിയിൽ അവരെ പിടിപെട്ടു. എന്ത് വൃത്തികേടും പറയാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതെല്ലാം കേൾക്കുന്ന ജനങ്ങൾ കൃത്യമായി പറയാം, ഇതിലൊരു കാര്യമില്ല. ഇവരെല്ലാ കാലത്തും ഇങ്ങനെയാണ്, അവരുടെ സംസ്കാരം അതാണെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ആ സംസ്കാരം നിലനിർത്തി പോയാൽ അധിക കാലമൊന്നും ആ പാർട്ടി നിലനിർത്താൻ പോകും. അതിലിപ്പോൾ വിമർശനത്തിനുണ്ടായ ഒരു കാരണം, താങ്കൾ താനൂരിൽ എന്ന് പറഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ നമ്മൾ ജയിച്ചു എന്ന് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതാണോ ആദ്യത്തെ 2 കളി എന്ന് പറഞ്ഞാൽ 2 മത്സരങ്ങളിൽ നമ്മൾ മുസ്ലിം ലീഗിനെയാണല്ലോ തോൽപ്പിച്ചത്. അതൊരു മാച്ച് വരുമ്പോൾ അങ്ങനെയാ പറയാം. ഇപ്പൊ 3ാമത്തെ മാച്ച് നടക്കുന്നത് തിരൂരിലാണ്. ഈ മാച്ചിലും ജയിച്ച 3 മാച്ചിലും നമ്മൾ ജയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.